വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് സ്വാഗതം. ആദ്യമായി നമുക്ക് പതിവ് പോലെ നിഫ്റ്റി തന്നെ നോക്കാം. ഇന്ന് എന്ത് മൂവ്മെന്റ് ആണ് തന്നിട്ടുള്ളത്, എന്ത് ട്രേഡിംഗ് ചാൻസുകളായിരുന്നു എന്ന്. ഇന്ന് നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു നൽകിയിരുന്നത്. അതിനുശേഷം അപ്വേർഡ് ഡയറക്ഷനിൽ പോയി കൃത്യമായ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ തന്നെ ടെസ്റ്റ് ചെയ്ത് അവിടുന്ന് വീണ്ടും ഇന്നലെ രേഖപ്പെടുത്തിയ ഉയരം എന്ന ലെവലിലോട്ട് ഡൗൺ വരികയും ഒരു ഡോജി കാൻഡിൽ പാറ്റേൺ നൽകിക്കൊണ്ട് ഇന്നത്തെ ഡേ ക്ലോസ് ആവുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്നലെ ചില സാങ്കേതികമായ തകരാറുകൾ കൊണ്ട്, വ്യക്തിപരമായ ചില തടസ്സങ്ങൾ മൂലവും എനിക്ക് നമ്മുടെ ചാനലിൽ ഇന്നേക്ക് വേണ്ടിയുള്ള ട്രേഡിംഗ് ലെവലുകൾ പോസ്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ആയതിനാൽ നിങ്ങൾ എങ്ങനെ ട്രേഡ് ചെയ്തു എന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഞാനും ഇന്ന് ട്രേഡ് ചെയ്തിരുന്നില്ല, ചില തടസ്സങ്ങൾ നേരിട്ടതിനാൽ. അപ്പോൾ നാളേക്ക് വേണ്ടി ഞാൻ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ ഈ തരത്തിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് ഇവിടെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇത് ഇന്ന് രേഖപ്പെടുത്തിയ ഉയരവും ഇന്നത്തെ ലോയും തന്നെയാണ് പ്രധാന സപ്പോർട്ടും റെസിസ്റ്റൻസുമായി നിലകൊള്ളുന്നത്. അപ്പോൾ ഇവിടെ പ്രൈസ് വീണ്ടും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നൽകുന്നതെങ്കിൽ, ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതുവരെ നൽകിയ ലോ ഓർ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം. ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ തന്നെയായിരിക്കാം, ട്രെൻഡ് അപ്വേർഡ് ആയി മാറിയേക്കാം എന്ന ചിന്തയിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. എന്നാൽ ഈ ലെവലിൽ നിന്നും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഡൗൺവേർഡ് ഡയറക്ഷനിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അതുവരെ നൽകിയ ഉയരം പ്രധാനമായും ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അങ്ങനെ ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ലഭിച്ചേക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. അതുപോലെ അപ്വേർഡ് ഡയറക്ഷനിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നാളെ നിഫ്റ്റിക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ലെവലുകളാണ് ഇവിടെ ടാർഗറ്റുകളായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതും ഇവിടെ ദൃശ്യമാണ് എന്ന് കരുതുന്നു. അപ്പോൾ അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് ഇന്ന് സംഭവിച്ചത് എന്ന് നോക്കാം. ഇന്ന് ഞാൻ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ബാങ്ക് നിഫ്റ്റിയുടെയും നിഫ്റ്റിയുടെയും ട്രേഡിംഗ് ലെവലുകൾ ഇന്ന് രാവിലെ 8 മണിക്ക് തന്നെ പോസ്റ്റ് ചെയ്ത് നൽകിയിരുന്നു. അത് ഒരു വിധത്തിൽ കൃത്യമായി അത് ഉപയോഗിച്ച് പ്ലാൻ ചെയ്യാൻ സാധ്യതയുള്ളവർക്ക്, അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നവർക്ക് വ്യക്തമായ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ തുടർന്ന് ട്രേഡുകളിൽ എനിക്ക് ഇടപെടാനോ അഭിപ്രായങ്ങൾ പറയാനോ സാധിച്ചിരുന്നില്ല. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ഇതുതന്നെയായിരുന്നു അവസ്ഥ. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ്, ഹെവി ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നെയാണ് നൽകിയത്. അതിനുശേഷം പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചു. വീണ്ടും അവിടെ നിന്നും റെസിസ്റ്റൻസിൽ നിന്നും ഡൗൺവേർഡ് തന്നെയാണ് വന്നിട്ടുള്ളത്. എന്നാൽ ഒരു നിഫ്റ്റിയിൽ നിന്നും അല്പം കൂടി വ്യത്യസ്തമായ രീതിയിലുള്ള അപ്പർ ഷാഡോയുള്ള ഒരു ഡേ ക്യാൻഡിലാണ് നമുക്ക് ലഭിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നാളെ ഇന്നത്തെ മൂവ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തി എങ്ങനെ ട്രേഡ് ചെയ്യാം, നമ്മളുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കാം എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. ഇന്നത്തെ ലോയും ഇന്ന് ബാങ്ക് നിഫ്റ്റി രേഖപ്പെടുത്തിയിരിക്കുന്ന ലോ, അതാണ് പ്രധാന സപ്പോർട്ട് സോൺ തന്നെയായി ഞാൻ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ ഹൈ തന്നെയാണ് പ്രധാന റെസിസ്റ്റൻസ് ഏരിയയായും കണക്കാക്കുന്നത്. എന്നാൽ നാളെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നൽകുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഓർ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ആദ്യം ഇതിനു മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക, വീണ്ടും കിട്ടുന്ന ഡിപ്പിൽ നിന്നും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് തന്നെ ഡയറക്ഷൻ നൽകുന്നുവെങ്കിൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് 1 അവർ ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നുള്ളതാണ് ട്രെൻഡ് അപ്വേർഡ് തന്നെ നിലനിൽക്കുന്നു എന്നുള്ള ഒരു ചിന്ത നമുക്ക് തരിക, അല്ലെങ്കിൽ ഒരു കൺവിക്ഷൻ തരിക. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാവുന്നതാണ്. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ്. അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് ബാങ്ക് നിഫ്റ്റി അപ്വേർഡ് ഡയറക്ഷൻ സഞ്ചരിച്ചേക്കാം. ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള റെസിസ്റ്റൻസ് ലെവലുകൾ ഇവിടെ രേഖപ്പെടുത്തിയത് കാണാമെന്ന് കരുതുന്നു. അവയാണ് ടാർഗറ്റുകളായി പ്രതീക്ഷിക്കുക. എന്നാൽ ഈ ഏരിയയിൽ നിന്നും ഒരു സെല്ലിംഗ് പാറ്റേൺ ആണ് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ഓർ ഈ ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അങ്ങനെയെങ്കിൽ
ലഭിച്ചേക്കാവുന്ന സപ്പോർട്ട് സോണുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്ക്രീനിൽ കാണാമെന്ന് കരുതുന്നു. അവ ടാർഗറ്റുകളായി പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാവുന്നതാണ്. എന്നാൽ ഒരു ചെറിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഈ ഏരിയയിൽ തന്നെയാണ് നൽകുന്നതെങ്കിലും ഇവിടെ നിന്നും ഒരു ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ, ആദ്യത്തെ ഒരു 15 മിനിറ്റ് അരമണിക്കൂറിനിടയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് കാണിക്കുന്നതെന്ന് ഫീൽ ചെയ്താൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഒരു കൺവിക്ഷൻ ലഭിച്ചാൽ 1 മിനിറ്റ് 3 മിനിറ്റ് ക്യാൻഡിലുകൾ അങ്ങനെ ഒരു ഡൗൺവേർഡ് ഡയറക്ഷനാണ് സൂചിപ്പിക്കുന്നതെന്ന് തോന്നിയാൽ ഒരു PE ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ഓർ ഈ ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. അടുത്തതായി സെൻസെക്സ് എന്താണ് നമുക്ക് നൽകുന്ന ഒരു ഇൻഡിക്കേഷൻ എന്ന് പരിശോധിക്കാം. സെൻസെക്സിലും ഈ മറ്റ് ഇൻഡെക്സുകൾ കാണിച്ചതുപോലെ തന്നെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം അപ്പോൾ ഡയറക്ഷൻ തന്നെ മൂവ് ചെയ്തു. എങ്കിലും അവിടെ ഹോൾഡ് ചെയ്യാൻ കഴിയാതെ ഇന്നലത്തെ രേഖപ്പെടുത്തിയ ഉയരം ടെസ്റ്റ് ചെയ്ത് ഏതാണ്ട് 72,690 ലെവലിൽ ക്ലോസ് ചെയ്തിരുന്നു. സെൻസെക്സ് പരിശോധിക്കുമ്പോഴും ഒരു ഡേ ക്യാൻഡിൽ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഡോജി ക്യാൻഡിൽ, ഒരു കൺഫ്യൂഷൻ, ഇൻഡിസിഷൻ ക്യാൻഡിലാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ലോയാണ് ഞാൻ സെൻസെക്സിന് വേണ്ടി ഒരു സപ്പോർട്ട് സോണായി കണക്കാക്കുന്നത്. എന്നാൽ 72,999 73,000 എന്ന ലെവലാണ് പ്രധാന റെസിസ്റ്റൻസ് ഏരിയയായി വരാൻ സാധ്യതയുള്ളതായി കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നുവെങ്കിൽ ആദ്യത്തെ ടാർഗറ്റ് ലഭിക്കേണ്ടത് ഇന്ന് രേഖപ്പെടുത്തിയ ഹൈക്ക് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. എന്നാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യുക. അതുവരെ രേഖപ്പെടുത്തിയ ടാർഗറ്റ് ഉയരം തന്നെയായിരിക്കാം പ്രധാന ടാർഗറ്റ്. എന്നാൽ അതിന് മുകളിൽ വീണ്ടും ഒരു ക്യാൻഡിൽ ക്ലോസ് ആവുകയും ഈ ലെവലിന് മുകളിൽ 73,000 മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ആവുകയും ചെയ്തു കഴിഞ്ഞാൽ അപ്വേർഡ് ഡയറക്ഷൻ ലഭിച്ചേക്കാം എന്ന് നമുക്ക് കരുതാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ലഭിച്ചേക്കാവുന്ന തുടർ റെസിസ്റ്റൻസ് സോണുകളാണ്, ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വ്യക്തമായി കാണാമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ഡൗൺവേർഡ് ഡയറക്ഷനാണ് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്ന ഇൻഡിക്കേഷൻ എങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഹൈ ഓർ ഈ ലെവൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് സോൺ ഏതാണോ ആ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ലഭിച്ചേക്കാവുന്ന സപ്പോർട്ട് സോണുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവയാണ് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ നമുക്ക് ടാർഗറ്റായി ലഭിക്കുന്നത്. അപ്പോൾ 3 ഇൻഡെക്സുകളുടെയും ഒരു ഏകദേശ ധാരണ ലഭിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ചാനൽ ഗുണകരമാകുന്നു എങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ എല്ലാ ദിവസവും തന്നെ എൻ്റെ ട്രേഡിംഗ് ലെവലുകൾ നമ്മുടെ വാട്സപ്പ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. താല്പര്യമുള്ളവർ വാട്സപ്പ് ചാനലിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും നാളെ വൈകുന്നേരം അടുത്ത ദിവസത്തെ ട്രേഡിംഗ് വ്യൂ എന്താണ് എന്നുള്ള വീഡിയോയുമായി കാണാമെന്നുള്ള പ്രതീക്ഷയിൽ തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.